ഞാൻ പറഞ്ഞല്ലേ വരാൻ. നീ ഇവിടെ ഇരുന്ന നീ കേട്ടോ. ഈ കൊക്കറച്ചി അത്ര ടേസ്റ്റാണ്. ഇവിടെ ഞാൻ നിന്നോട് വെറുതെ പറയില്ല, എൻ്റെ ജീവിതത്തിൽ ഇത്ര ടേസ്റ്റ് ഉള്ള ഇറച്ചി ഞാൻ കഴിച്ചിട്ടില്ല. ഈ മുയലിറച്ചിക്കാലും ഇവിടെ മുയലിറച്ചി കൊക്കയിറച്ചി കഴിച്ചാണ്ടല്ലോ, മുയലിറച്ചി എന്നല്ല മറ്റൊരു ഇറച്ചി നമ്മൾ കഴിക്കൂല. അത്ര ടേസ്റ്റാണ്. ഞാൻ ചായ കുടിച്ചാണ്. നീ ഒരു കാര്യം ചെയ്യും, ഇവരെയും കൂട്ടിയിട്ട് ഒരു ദിവസം വയനാട്ടിൽ പോകണം, ഒരു ട്രിപ്പ് അടിക്കാം. അടാ അത് നമുക്ക് നോക്കാം. നീ പയ്യെ കുടിക്കണം. എവിടെ പോകണം? അത്യാവശ്യപ്പെട്ട് എവിടെ പോണ്? അതെ, പയ്യെ പോവല്ല. എനിക്ക് ഉമ്മച്ചിനെ കണ്ടില്ലല്ലോ 2 ദിവസമായിട്ട്. വീട്ടിൽ കച്ചറയാ. വീട്ടിലേക്ക് ഓഫീസിൽ കച്ചറാവും നീ ഇനി വന്നില്ലെങ്കിൽ. അങ്ങനെ ആ വിസാർ നോക്കിയിരിക്കുന്നതന്നെ. എവിടെ പോയത്? ഞാൻ പറഞ്ഞ ഉമ്മയ്ക്ക് സുഖമില്ല, ആപ്പയ്ക്ക് സുഖമില്ല, കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കള്ള നിന്നെ ഇതാണ് നിന്നെ കൊണ്ട് നടക്കണത് അല്ലേ? പിന്നെ ഇപ്പം നാവെടുത്ത് പറഞ്ഞാൽ കള്ളത്തരാവുമല്ലോ. അത് പ്രത്യേകിച്ച് പറയാനില്ല. ഓടെ നാല് നോക്കാം കേട്ടോ. ശരി. അല്ല കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നീ എന്താ ഒരു കാര്യം ചോദിക്കട്ടെ? നീ കൊക്കറച്ചി കഴിച്ചിട്ടുണ്ടോ? കൊക്കറച്ചിയോ? പിന്നെ കഴിച്ചിട്ടുണ്ട്. സത്യം അടിപൊളിയല്ലേ. അച്ഛനില്ലേ ഈ മറ്റേ കാക്ക ബെൽറ്റ് ഇല്ലേ, അതുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ടുവരുവായിരുന്നു. തെറ്റാടി. ആ അതിന് പുള്ളി വലിക്കോ? തെറ്റാടി പിടിച്ച് വലിക്കാൻ പറ്റും. പുള്ളി വലിക്കുന്നതിന് പുള്ളി വലിക്കൂലേ? അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. അച്ഛനോട് ആരോ പറഞ്ഞേ ഈ വലിവിന് നല്ലതാന്ന് കൊക്കറച്ചി. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവരും. എന്തൊരു ടേസ്റ്റാ. എങ്ങനെ വെക്കുന്നത്? പറ്റിച്ചു അതോ? ആ അത് അമ്മയുടെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ പരട്ടിയൊക്കെ. ടേസ്റ്റാ. മറ്റേ ബീഫ് പോലെയൊന്നും അല്ല, ചിക്കൻ പോലെയൊന്നും അല്ല, നല്ല ടേസ്റ്റാ. പക്ഷെ അച്ഛൻ അത്ര അസുഖം മാറിയില്ല, പക്ഷെ ഞങ്ങളൊക്കെ കഴിക്കുമായിരുന്നു എല്ലാവരും. അടിപൊളിയായിരുന്നു. കണ്ടേ ചായ ഞാൻ കുടിച്ചോളാം. ഹലോ അവിടെ സുഖം തന്നെ. സുഖം തന്നെ. രാവിലെ സുഖകരമൊക്കെ അന്വേഷിക്കണം. ഇല്ല പിന്നെ ഈ നീ കൊക്കറച്ചി കഴിച്ചിട്ടുണ്ടോ? കൊക്കറച്ചി നിനക്ക് രാവിലെ എന്ത് കഴിച്ചിട്ട്? അല്ല, മനുഷ്യന്റെ മേലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ജീവികളെ കൊക്കിനൊക്കെ ആയ. ഇല്ല പോടാ അവിടെ. നീ കൊക്കറച്ചി കഴിച്ചിട്ടുണ്ടോ? കൊക്കറച്ചി ഞാൻ കഴിച്ചിട്ടുണ്ട്. ആണോ? ഇപ്പം നിനക്ക് പെട്ടെന്ന് എന്ത് കൊക്കറച്ചി? നല്ല ടേസ്റ്റാണ്. ആ ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ടേസ്റ്റൊക്കെ ഉണ്ട്. ആണല്ലേ? അപ്പോൾ ഇവിടെ ഫാസിൽ 2 ദിവസം മുമ്പ് വയനാട്ടിൽ പോയിരുന്നേ. എന്താ എന്താ? മാങ്ങ. ഓ മാങ്ങക്കാലായാടി? മാങ്ങക്കാലമായി. ഓ ഇത് അഴുക്ക മാങ്ങണല്ലേ? എടി അത് പേട് തേങ്ങ. എന്താ ഇവിടെ ചോദിച്ചേ? പേട് ഇവിടെ എന്ത് ചെയ്യാന്ന് രണ്ടുപേരും കൂടി? ഒന്നുമല്ല, ആളെ രാവിലെ വിളിച്ച് എന്റെ സുഖകരം ചോദിച്ചോണ്ടിരിക്കണം. ഞാൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ്ട. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നോക്കാം. അവസാനം അടിയായിട്ട് എനിക്ക് പറ്റില്ല രണ്ടിന്റെ ഇടയിൽ കയറാൻ. നീ കയറിപ്പോ. 2 ദിവസം മുമ്പ് വയനാട്. വേറെ പേടിയുണ്ട്. ഇവളിപ്പോ പറഞ്ഞ പോലെ പറഞ്ഞു നീ ഇനി വല്ല കുഴപ്പമുണ്ടോ? ചുമ്മാ ഒരു കാര്യം പറഞ്ഞല്ലോ. നീ വയനാട് അവൻ ഇവിടെ പോയി അവൻ്റെ അളിയൻ അവിടെയാണ് താമസിക്കുന്നത്. അവൻ്റെ അളിയ ഉപയോഗമുള്ള അളിയനാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവന്റെ അവിടെ പോയപ്പോഴത്തേക്ക് അവന് നല്ല വെടിയിറച്ചിയും കപ്പയും സാധനമൊക്കെ വെച്ച് അമ്മൻ അടിച്ചു. അപ്പൊ കൊക്കറച്ചിയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത്. നല്ല രസമാണ് കൊക്കറച്ചി. അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മുടെ അമ്മാവൻ്റെ അവിടെ ചീരത്തോട്ടമില്ലേ, അവിടെ ആവശ്യമുള്ള കൊക്കുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് കൊക്കറച്ചി കഴിച്ചാലെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ അളിയന് ഈ വെടിവെക്കാൻ അറിയാമോ? വെടിവെക്കാൻ അറിയാമോ? അറിയൂടെ?
നീ പാലായിൽ വന്ന് എന്നെ കുറിച്ച് അന്വേഷിക്കണം. പാലായിൽ പാരമ്പര്യമായിട്ട് തോക്കുള്ളൊരു തറവാട്ടിലുള്ളൊരുത്തനാണ് ഞാൻ. ഞാൻ ജനിച്ചു വളർന്നപ്പോഴേ എൻ്റെ കയ്യിൽ തോക്കുന്നതെന്നാണ് എന്നെ കൊണ്ട് എൻ്റെ കളിപ്പാട്ടായിരുന്നു തോക്ക്. നമുക്ക് എല്ലാവർക്കും എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ കൊച്ചപ്പച്ചന് തോക്കുണ്ടായിരുന്നു. ആ തോക്ക് ഇപ്പോഴും ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. അത് ശരിയാ. ഇനി മാത്രമല്ല അവിടെ ഉള്ളതിൽ ഏറ്റവും ഉന്നുള്ള ആള് ഞാൻ. എന്തോ പണ്ടേ എനിക്ക് അങ്ങനെയാണ്. ഞാൻ എന്തിലെങ്കിലും ഉന്നം വെച്ച ആ സാധനം കൊണ്ടേ മലക്കും. അതെനിക്കറിയാം. അപ്പോൾ അങ്ങനെ അവിടെ ആർക്ക് വേട്ടയ്ക്ക് പോകണമെങ്കിൽ എന്നെ വിളിക്കും. ഞാനല്ലാതെ പോലും ഒരുത്തനും നമ്മുടെ ടീമുകളെ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു പ്രാവശ്യം നമ്മുടെ എൻ്റെ ഒരു ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ്റെ മക്കളെല്ലാം അമേരിക്കയിലാണ്. ഇവിടെ വന്നിട്ട് അതുങ്ങൾക്ക് പിള്ളേർക്ക് കൊക്കറച്ചി എടിയിറച്ചി തിന്നണം. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ക്ലീറ്റോ അങ്കിളെ നമുക്ക് വെടിയിറച്ചി എവിടെന്നേലും കിട്ടുമെന്ന്. എല്ലാത്തിനും കൂടി നേരെ അത് പോയി ഞങ്ങളുടെ വയലിലേക്ക് ചെന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ ആളിയാ ഞാൻ നോക്കുമ്പോൾ ഒരു കൊക്ക്, നല്ല 1.5 മുഴുപ്പുള്ള ഒരു കൊക്ക് അങ്ങനെ ഇരിക്കുന്നു. തോക്കങ്ങോട്ടെടുത്ത് നേരെ ഉന്നം പിടിച്ച് ഒറ്റ വെടി, സംഗതി ചത്ത്. കൊക്ക് അത് മാത്രമല്ല, ഈ കൊക്കിനെ എടുക്കാൻ ചെന്നപ്പോൾ തൊട്ടടുത്ത് വേറൊരു കൊക്കും ചത്ത് കിടക്കുന്നു. അതല്ലേ രസമുള്ളയാ സംഗതി. ഞാൻ എടുത്തു വെച്ചിട്ട് ഉന്നം വെച്ച് വെടി വെച്ചത് ഈ കൊക്കൻ്റെ ഇവിടെ കൊണ്ടിട്ട് ഇവിടെ കൂടെ ഇപ്പുറത്ത് വന്ന് തൊട്ടപ്പുറത്തിരുന്ന കൊക്കിൻ്റെ ഇവിടെ കൊണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മൂന്നാമതൊരു കൊക്കില്ലാത്തത് നന്നായി, ഇല്ലെങ്കിൽ അതും തീർന്നു. ഇതാണ് നമ്മുടെ ഉന്നം. ഇനി പാലായിൽ എന്നെ രഹസ്യമായിട്ടൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് വെടിക്കാരൻ ക്ലീറ്റോ. അത് കറക്റ്റാ, മനസ്സിലായി. എടേ എൻ്റെ വെടിയുടെ ഉന്നം എന്ന് പറഞ്ഞുണ്ടല്ലോ, അതങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്താലോ? അമ്മാവൻ്റെ വയലിലേക്ക് പോവാം. അവിടെ കൊക്കുണ്ടാവും. അളിന് വെടിവെക്കാൻ അറിയല്ലോ. അതുകൊണ്ട് ഒരു തോക്ക് ഞാൻ സംഘടിപ്പിച്ചു തരാം. എന്നിട്ട് അളിയൻ വെടിവെച്ചിട്ട് കൊക്കിനെ ഞാൻ വെടിവെച്ച് കൊല്ലണം അല്ലേ? കൊള്ളാം. നിന്റെ മനസ്സിരിപ്പുണ്ടല്ലോ. നീ പറഞ്ഞു വന്നപ്പോഴും ഞാൻ ഇത്രയും ചിന്തിച്ചില്ല. എടാ, ഞാൻ ആ കൊക്കിനെ വെടിവെച്ചിട്ടിട്ട് വല്ല മറ്റേ പക്ഷി സംരക്ഷണ വകുപ്പ് ആൾക്കാരോ മൃഗസംരക്ഷണ വകുപ്പ് ആൾക്കാരോ വന്ന് നേരെ എന്നെ കൊണ്ടുപോയി പൊക്കിയെടുത്ത് അകത്തിട്ടിട്ട് എൻ്റെ കൊക്കിൽ കയറ് വീഴണം അല്ലേ? നീ വിചാരിക്കണ്ട, എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ആ കൊക്കിനെ കൊല്ലാൻ ഞാൻ നിൽക്കൂല. അത് നീ അങ്ങ് മനസ്സിൽ മാറ്റി വെച്ചോ കേട്ടാ. കൊള്ളാടാ, ഭയങ്കര ബുദ്ധിമാൻ തന്നെ. ഇനി ഞാനൊരു സത്യം പറയട്ടാ. ഈ കൊക്കറച്ചി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വാങ്ങി വെച്ച് തിന്നാൻ കൊള്ളൂല, അഴുക്ക. പക്ഷേ നാടൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടു. നാടൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. നാടൻ ആര് സംഘടിപ്പിക്കും? ഞാൻ, അല്ലെങ്കിൽ അമ്മാവൻ. ഈ നാടനുമൊക്കെ ഉണ്ടെങ്കിൽ നാടൻ്റെ കൂടെ ടച്ചിങ്സ് ആയിട്ട് അടിക്കാൻ പറ്റിയ സാധനമാണ് കൊക്കറച്ചി. ഞാൻ ഈ തടി ഉണ്ടാക്കിയിട്ട് പിടിച്ചോണം കേട്ടല്ലോ. വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അത് അയ്യോ എടുത്തോ, പിടിച്ചോ. ഇയാളെ സഹായിച്ചോ. പിടിച്ചേ. ആനെ കൊണ്ട് തടി പിടിപ്പിക്കണം. നിന്റെ ആങ്ങളൊക്കെ പെട്ടെന്ന് അമ്മാവനെ കാണണം. എന്താ അമ്മാവൻ വരാറുണ്ടല്ലോ? അതല്ല, അമ്മാവൻ്റെ ചീരകൃഷിയൊക്കെ ഏതാണ്ട് ഇതെടുക്കാറായി. അപ്പോൾ അതുകൊണ്ട് നമുക്കൂടെ പോയി അമ്മാവനെ സഹായിക്കാം. അത് നല്ല കാര്യമല്ല, എന്നാൽ ഞങ്ങളും കൂടി വരാം. ഇതിനിപ്പം അതിനു വേണ്ടിയുള്ള ചീരയൊന്നും അവിടെ ഇല്ല. അപ്പം ഞാൻ ടീച്ചർ നല്ല ചീര എടുത്തോണ്ട് വരാമല്ലോ. അത് ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാം. ഞങ്ങൾ ആണുങ്ങൾ പോയിട്ട് വരുമ്പോൾ അത് കൊണ്ടുവരാം. ഇവിടെ ഈ വീട്ടിലിരുന്ന് മടുത്ത് പുറത്തിറങ്ങിയിട്ട് എത്ര നാളായി. എന്ത് ഒന്ന് ആലോചിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ അങ്ങോട്ട് വരും. വല്ലപ്പോഴും ഒരു ടൂർ പോയാലേ. വല്ലപ്പോഴും ഒരു ടൂർ പോകണില്ലേ? ഇങ്ങോട്ട് റേഷൻ കടയിലോട്ടോ. ഇപ്പം നിനക്ക് ഇവിടെ നിന്ന് അവിടെ പോകാനും അവിടെ നിന്ന് ഇവിടെ വരാനും ഒക്കെ പറ്റണ്ടല്ലോ. ഓരോ പെണ്ണുങ്ങൾ ഒരു വീട്ടിൽ തന്നെ ഒരു അടുക്കളയിൽ കിടക്കണവരുണ്ട്. ഞങ്ങൾ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് എന്താ ശല്യം? ഞങ്ങൾ ഒരു ഇതിനും വന്നില്ലല്ലോ. അല്ല അത് നിങ്ങൾ വന്നാൽ ശരിയാവൂല. അത് കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ മാതിരി ചീര കൃഷിയുടെ അതിൻ്റെ അടുത്ത കൃഷിയെ കുറിച്ചും അപ്പം അങ്ങനെ അറിയാം. ഞങ്ങള് ചീരയും മേടിച്ചിട്ട് അമ്മാവന്റെ വീട്ടിൽ പോയി ഇരുന്നോളാന്നേ. പ്ലീസ്. നല്ല രസമായിരിക്കും. ഞങ്ങളും കൂടി വരാൻ ക്ലീറ്റോ. നിർബന്ധമുണ്ടോ വരണമെന്ന്? നീ പോയി ചെന്തി അവനോട് പറയട്ടെ. അല്ലാതെ ഒരു കാര്യം, നീ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം സമ്മതമാണല്ലോ. എന്ത്? നിങ്ങൾ അമ്മാവന്റെ വീട്ടിൽ ഇരുന്നോളുമല്ലോ, വേറെ ശല്യത്തിനൊന്നും വരാതെ. ഓ, ഞങ്ങള് വരണില്ലേ? അല്ലെങ്കിൽ ഞങ്ങള് ശല്യത്തിന്
വരണില്ല അതാ വരണില്ലാന്നല്ല, ശല്യത്തിന് വേണ്ടിയില്ലാന്ന്. ആ അങ്ങനെ ആ എപ്പോ പോകും? ഇന്ന് പോവോ നാളെ പോവോ? ആ നമുക്ക് ഉടനെ പോവാം. അന്ന് ജമന്തി ഈ ജമന്തി എന്തിന്? അവിടെ വരട്ടെ, അവളെ ബ്ലോട്ടിൽ ഇരുന്നിട്ട് എന്ത് കാര്യത്തിന്? ഓ ഇനി എല്ലാരും കൂടെ വാരി പറക്കിയിട്ട് പോയി. ഞാൻ ഇച്ചിരി വെള്ളം കോരിക്കൊണ്ട് വരാം, വെള്ളം തീർന്നുപോയി. ഇവളന്മാരെല്ലാം കൂടെ വന്ന് അലം പാക്കുവോ? അലം പാക്കിയാൽ കൊക്കിൻ്റെ വഴിക്ക് പോകും. അളിയൻ്റെ മോഹം അങ്ങനെ ബാക്കി നിൽക്കും. കൊക്ക് തിന്നാക്കൂല, കാക്കയും തിന്നാക്കൂല. എന്താ എത്ര നേരായി? ഇപ്പൊ വരുന്ന കരുതി കാത്തിരിക്കന്നെ ഞാൻ. ഞങ്ങളതേ കാഴ്ചയൊക്കെ കണ്ടു നടന്നെങ്കിൽ വരായിരുന്നു. എന്ത് രസാ കാണാൻ. എങ്ങനെയുണ്ട്? ക്ലീറ്റ് അവിടെ വെറുതെ ഇരിക്കല്ലേ, ഇതൊക്കെ വന്നൊന്ന് നോക്കി നടത്തിക്കൂടെ? എന്നാണെങ്കിലും ചെയ്യേണ്ടതല്ലേ? ഞാൻ വെറുതെ ഇരിക്കണം നിന്നോട് ആര് പറഞ്ഞു? ഇത് ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കണവർക്ക് ചെയ്യാൻ പറ്റിയ ജോലിയാണ് ഇത്. വെറുതെ ഇരിക്കണവർക്കാ? ഈ തക്കളിമോളനെ നിങ്ങൾ എങ്ങനെ വളർത്തി? അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇതിൽ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി കണ്ടും വേണം വളർത്തി വലുതാക്കാൻ. പിന്നെ അവിടെ മരുന്നടിക്കുന്നുണ്ടല്ലോ. ആ, മരുന്നടിക്കാൻ. എന്താ ഈ സമയത്തെ നിറയെ പുഴുക്കുത്താ. മഞ്ഞ് വീഴ്ച പ്രശ്നമാണെന്നുണ്ടല്ലേ? മഞ്ഞ് വീഴുമ്പോ പ്രശ്നമാണ്. നടന്ന് ചീര വാടും പോലെ വാടി ഞാൻ. വെള്ളം വല്ല ഇരിക്കണം കുടിക്കാൻ. എടാ, അനക്കതിനെ അധ്വാനിച്ച് തിന്നിട്ട് എന്തെങ്കിലും ചെയ്യലുണ്ടോ? അളിയപ്പനെ അനങ്ങൂലല്ലോ, അനങ്ങാപ്പാറല്ലേ? അതെ, പറഞ്ഞ പോലെ തന്നെ കപ്പ മീൻകറിയൊക്കെ ചെന്നിട്ട് അതിന്റെ പണികൾ നോക്കും. അയ്യോ, ഒരു കാര്യം കൂടി, ഞാൻ വന്ന വഴിക്കേ അവിടെ ഒരു ഏത്തക്കൊല, നല്ല കൊലച്ച് അതിനകത്ത് തന്നെ നിന്ന് പഴുത്തേക്കണം. അത് ഞാൻ പോകുമ്പോ കൊണ്ടുപോകും. ഇതിലപ്പുറത്ത് ആവശ്യമില്ലാത്ത കളിയിൽ നോക്കണം. ആ കൊലയിലെങ്ങാനും കൈ വെച്ചാൽ ഇവിടെ കൊല നടക്കും. അതാ വൃത്തികെട്ടോന്റെ. അതിലേക്കൊന്നും ചിന്തിക്കണ്ടേ. നിനക്ക് ആവശ്യമുള്ള പഴം ഞാൻ മേടിച്ചു തരാം. ഓ, എനിക്ക് വേണ്ട. ഈ പെണ്ണുങ്ങളൊക്കെ വീട്ടിലോട്ട് പറഞ്ഞു വിട്. എന്തേ അവര് വിടുന്ന നമ്മുടെ പരിപാടികൾ എങ്ങനെ? എടാ, അവരാ കപ്പി മീൻകറിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോട്ടെ. അത് പിന്നെ കൊക്കിന്റെ കൂടെ വേറെ സാധനമൊക്കെ വേണ്ടല്ലേ? അപ്പൊ ഉണ്ടായി ശരിയാവില്ല. തക്കളിയൊക്കെ മോശല്ലേ? അച്ഛനൊരു വാക്ക് പറഞ്ഞ വാക്കാണ് ഉഗ്രം. കൊണ്ടുപോകുമ്പോ അവിടെ ചീരയിലും തൊടല്ലേ? ഉഗ്രം മിലിറ്ററി ഇപ്പൊ എടുക്കാം. നമ്മളങ്ങനല്ലല്ലോ പ്ലാൻ ചെയ്തത്. നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെയല്ലല്ലോ. നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ നാടനും കൊക്കും അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. തന്നല്ലോ. പിന്നെ എന്താണ് അതിന്റെ ഒരു മാറ്റം വന്നത്? നീ അമ്മാനോട് വിളിച്ച് പറഞ്ഞില്ല? ഏടാ, അതല്ല, ഈ വാറ്റുണ്ടാക്കണത് കഴിഞ്ഞ പ്രാവശ്യം പോലീസ് പിടിച്ചു. അപ്പൊ പിന്നെ എന്തായാലും ഭാഗം വേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മിൽക്ക് വെപ്പിച്ചത്. അതുപോലെ ഒരു കാര്യം പറഞ്ഞു തരിക. ഞാൻ അത് പ്രതീക്ഷിച്ചാണ് വന്നത്. എനിക്ക് എന്റെ മൂഡ് പോയി. ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് അമ്മാവനെ വിളിച്ച് പറഞ്ഞു. അമ്മ അവന് വേണ്ടി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പൊ നമ്മൾ സാഹചര്യത്തിൽ പോട്ടെ. എനിക്കത് പറ്റൂല. ഞാൻ പ്രതീക്ഷിച്ചു വന്ന അതാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചു വരുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ എനിക്കത് പറ്റൂല. നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നു. എന്റെ കനക നിർബന്ധിക്കണ്ട. അതായത് ഈ മിലിറ്ററി സാധനത്തിന്റെ കൂടെ ഈ കപ്പയും ഈ കൊക്കിറച്ചി അതിലിങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയതും അത് കഴിക്കണതിന്റെ ഒരു സുഖം ആ പോത്തിന് അറിയില്ല. പിന്നെ പൊള്ളിച്ചെടുത്തിട്ട് അതിങ്ങനെ മൂക്കിന്റെ തുമ്പത്ത് ഇങ്ങനെ വേർക്കണം, എരിവ് തട്ടിയിട്ട് കുരുമുളകിന്റെ ഇതിങ്ങനെ വലിച്ചഴിച്ചിട്ട് അങ്ങനെ പിന്നെ നാടനോ മറ്റോ ഒന്നും ഇല്ലല്ലോ. ഞാൻ നാടൻ കൂട്ടി കഴിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലും നല്ലത് മിലിറ്ററി തന്നെ ആണല്ലോ. അപ്പൊ അതാ നല്ലത്. കൊണ്ടുപോണ നീ പോയില്ലായിരുന്നു? ഇല്ല, ഇനിയിപ്പോളതാവട്ടെ. ഞാനൊരു കാര്യം, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ എന്നോടൊരു വാക്ക് പറയണം. ഞാനത് ഏറ്റു. ഞാൻ കാര്യങ്ങൾ അതിന്റെ രീതിക്ക് ചെയ്യും. കേട്ടോ? ഇന്നിപ്പോ ഇങ്ങനെ പൊരുത്തപ്പെടാലോ അല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് പോട്ടെ. പിന്നെ ഇത്രയും ദൂരം മെനക്കെട്ട് വന്നിട്ടും എന്നാലും നീയാണ് ഇതിനൊക്കെ കാരണക്കാരളിയാ. കേട്ടോ? നിക്കണ പോണ ഞാൻ ഇപ്പോൾ നിൽക്കല്ലേ? അതെ, ഇത് ഒരു കാരണവശാലും അധികം മറ്റേ തക്കളിയും തങ്കൊന്നും അറിയണ്ട. അവർക്ക് കപ്പി മീനൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് വേറെ കാര്യം, കൊക്കെവിടെ? കൊക്ക് ഈ വയൽ നോദിക്കുന്നു. ഇത് വെച്ചിട്ടാ ഇത് കംപ്ലൈന്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് വെടി വെച്ച് ഇത് കൃത്യമായിട്ടൊന്നും പഴയ പോലെ ഒന്നല്ല. ഇതിനാണ് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നപ്പോൾ ഉന്നം പിടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതിന് ഒരു ചെറിയ ഒഴിച്ചിലുണ്ട്. എടാ, അത് തോക്കിന്റെ കുഴപ്പമില്ല, വെടി വെക്കാൻ അറിയണം. അല്ലെങ്കിൽ എന്ത് പണിസാധനം കിട്ടിയിട്ട് സംസാരം വേണ്ട. ആ സംസാരം വേണ്ട. നമുക്ക് കൂടുതൽ ചർച്ച ഒന്നും വേണ്ട. തെറ്റാടി തെറ്റാടി കഴിച്ചു. നീ അങ്ങനെ എന്താ പറഞ്ഞല്ലോ? തെറ്റാടി കൊക്കിനെ പിടിക്കുന്ന കാര്യം. കൊക്ക്
മീൻകറി അവിടെ ഞാൻ കൊക്കിനെ പറഞ്ഞു. പിടിക്കാൻ പോണ എന്ത് കാര്യത്തിനാ? മീൻകറി നിങ്ങൾക്ക് ഓക്കെ എനിക്ക് വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടല്ലേ. ഞാൻ അവിടെ പറഞ്ഞ കാര്യമാണ് കേട്ടല്ലോ. അതെ എല്ലാരും കൂടി ഇരുന്ന് സന്തോഷിക്കാൻ വന്നാ. നിങ്ങൾ മൂന്നുപേരും അവിടെ മാറിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ വന്നെന്ത് ആദ്യം കപ്പയും മീൻകറി അത് കഴിഞ്ഞിട്ട് അടപ്പൊന്ന് പൂട്ടാൻ പറ. ഞാൻ അങ്ങോട്ട് ഈ അടപ്പൊന്ന് പൂട്ടാൻ പറ. അടുപ്പ് ശരിയാക്കളയാ. കഴിക്കാമോളെ അവരിവിടെ തക്കിളിയേ തക്കിളി ഇങ്ങോട്ട് വരാൻ. എന്തുവാ എവിടെ ഡാഡിയൊക്കെ? ഡാഡി ഇത് അപ്പുറത്തുണ്ട്. പോയി പിടിച്ചിട്ട് വന്നേ ഇങ്ങോട്ട്. ഞാൻ പോയപ്പോ എന്നെ പറഞ്ഞു വിട്ട്. മതി ഇപ്പൊ ആവശ്യത്തിനായല്ലോ അളിയാ. എന്റെ അളിയ നീ അത് കൊക്കിന് പിടിവെക്ക്. ഒരു സമാധാനപ്പെടുത്തി. ഈ കൊക്കിന് വെടി എന്ന് പറഞ്ഞാൽ വെടിവെക്കാൻ പാകത്തിന് ഒരു കൊക്കിന് എവിടെ നീ കാണിച്ചാ എത്ര ആവശ്യം അതൊക്കെ വെറും മണുക്ക് കൊക്കടേ. ഈ കൊക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. കൊക്കിന് നല്ല ശൗര്യമുള്ള ഒരെണ്ണം ഇവിടെ വേണം. അതൊക്കെ അങ്ങ് പാലായില്ല അമ്മാവ. പാലായിലെ കൊക്കെന്ന് പറഞ്ഞാൽ അമ്മാവ നിൽക്കുമ്പോൾ ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഒറ്റക്കാലില്ല, ഇതിപ്പോ 4 കാലില്ല. ആ കൊക്കാണ് കൊക്ക്. അല്ല ഇവനാണ് കൊക്കിനെ വെടിവെക്കാൻ പോണ്. ഭയങ്കര വെടിവെപ്പായിരുന്നാ പറഞ്ഞത്. നേരാവണ്ണം ഒരു പണി ഏൽപ്പിച്ചെന്ന് വരവും ചെയ്തുണ്ടോ? പിന്നെ ഈ അടിച്ച് പിറ്റായിട്ട് ഇപ്പൊ എവിടുന്ന് ഉന്നം പിടിക്കാനാ? അതെ, ഈ വെള്ളം അടിച്ചിട്ട് വെടി വെച്ചാ പോലീസ് പിടിക്കൂല. വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചാ പോലീസ് പിടിക്കും. പിന്നെ വെടി വെക്കണ കാര്യത്തിൽ അമ്മ എന്നെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നീ ഈ വെടി നിർത്ത്, എന്നിട്ട് തോക്കെടുത്ത് വെടിവേ. അളിയാ നീ അടങ്ങ. നിനക്ക് നീ അല്ല അവൻ പറഞ്ഞ പോലെ വെടിവെക്കാൻ നോക്ക്. നമുക്ക് അതിന്റെ ഒരു രീതിയിൽ അടിച്ച് നിനക്ക് കൊക്കിന് വേണ്ടേ? അതാണല്ലോ നിന്റെ പ്രശ്നം. പിടി നോക്കുന്നു ആവശ്യം പോലെ കൊക്ക് നേരെ നീപ്പുണ്ട്. നീ പറഞ്ഞ എനക്ക് ഇവിടെ നിന്ന് നോക്ക്, ആ കൊക്കിന്റെ ഇവിടെ വെടിവെച്ച നിന്റെ ലക്ഷ്യം വെച്ചിട്ടാണ് നീ പറഞ്ഞ കണക്കാണെങ്കിൽ 7 കൊക്ക് ഇപ്പൊ വീഴും. കാരണം എല്ലാം ചേർന്നിരിക്കുക. പിള്ളപ്പാവം കിട്ടൂടാ ഈ കൊക്കിനെയൊക്കെ വെടിവെച്ച്. ഇള്ളോളല്ലേടാ ഉള്ളു. കൊക്കുവിന് ആനരത്രാണോ? എന്നെ മനസ്സനുഭവിക്കൂല. ഇതിനൊന്നും വെടിവെക്കുക. നീ വാക്ക് പറഞ്ഞ നീ എന്റെ അടുത്ത്. നീ നടക്കും. വലിയ കൊക്കയിലും വരട്ടെ. ഇല്ല, ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ വരാം. അപ്പൊ ഈ ചീരയും വളരും, ഈ കൊക്കുകളും ഒക്കെ വളരും. ഇപ്പൊ തന്നെ ഈ സാധനം ഒപ്പിക്കാൻ ഞാൻ പെട്ട പാടാറി. ആ പേരും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കഴിക്കണ്ട. ഇപ്പൊ കൊക്കിനെ പിടിക്കാൻ പറ്റും പിടിക്ക്. നിനക്ക് എവിടെ വയ്ക്കാൻ പറ്റുമോ? ഈ കൊക്കിനെ വെടിവെക്കാൻ പറ്റൂല. എന്റെ സമ്മതിക്കൂല. എന്റെ മനസ്സനുഭവിക്കൂല. ഞാൻ വെടി വെക്കൂല. അതെ, നമുക്കൊരു തീരുമാനത്തിലെത്താം. ആദ്യം കുട്ടികൾ അവിടെ കപ്പയും മീൻകറിയും കഴിക്കാൻ വിളിക്കും. ഇത് ഈ വഴി കുറച്ചുകൂടെ വലുതാക്കണം. ഇത് വഴിക്കുള്ളതല്ല, ഇത് ചീര നടാനുള്ളതാ. നോക്ക്, ആവശ്യമുള്ള കൊക്കിരിപ്പുണ്ട്. ഈ കൊക്കിറച്ചി തിന്നണം. നമ്മള് എന്തിനാ ഇവിടെ നിന്നെ എന്താ പറഞ്ഞിട്ട് വന്നത്? കൊക്കിറച്ചി തിന്നണം എടുത്ത് നീ ഭയങ്കര വെടിവെപ്പായിരുന്നല്ലോ. നല്ല വലിയ വെടി വെക്കാൻ നേരത്തെ ദയവ് ചെയ്ത് അർപ്പിക്കരുത്. ലക്ഷ്യം മാർഗം ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. അവൻ ഉന്നമക്കട്ടെ. സപ്പോർട്ട് നമുക്ക് ലക്ഷ്യം പിടിയാ, ലക്ഷ്യം പിടിയാളിയാ. കൊക്കിന്റെ കണ്ണ് ലക്ഷ്യം കൊക്കിന്റെ കണ്ണായിരിക്കണം. കൊക്ക നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എങ്ങനെ പിന്നെ നിനക്ക് വേണ്ടി നിന്നിരിക്കണം. പിന്നെ വെടി എന്നെ വെടി അത് കൊക്കല്ല ഇളകണ്, എന്റെ തോക്കിന്റെ തുമ്പ ഇളകണ്. നീ ആദ്യം നേരെ ഉന്നം പിടിക്കും. നിങ്ങൾ ബേളം വെക്കില്ലേ? നീ ശ്രദ്ധിക്കണം. ഏതോ ഹസ്ത സദോദൃഷ്ടിന്നാണ്. ലക്ഷ്യം എവിടെയാണോ അവിടെയാണ് പിടിക്കേണ്ടത് കേട്ടോ. മാനം കളയരുത്. അവിൽദാർ പട്ടാളക്കാരന്റെ മരുവനാണ്. അതാ എന്നെ കളഞ്ഞു. അത് പറന്നു പോയി. ബഹളം വെച്ചാ പിന്നെ കളിയല്ലേ. തമാശ കളിക്കില്ലേ? ഞാൻ
അങ്ങനല്ല. ഇവിടെ ആരും നിനക്ക് വെക്കാൻ പറ്റൂലേ? ഓ, എനിക്ക് അറിഞ്ഞോളാം. നീ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നു. ഞാൻ അറിഞ്ഞോട്ടുണ്ട്. എനിക്ക് അറിഞ്ഞോളാം. നീ പറ. ഞാൻ അറിയാവുന്ന വെടിവെക്കണേ. ഞാൻ വെട്ടിയേക്കാം. നീ സംസാരിക്കണേ. അവനെ കൊടുക്കണ്ട, അവനെ കൊടുക്കണ്ട, ഞാൻ വെട്ടിയേക്കാം. കിട്ടണ്ട. ആര് വെടിവെക്കണേ? ഞാൻ എറിഞ്ഞിട്ടോളാം. അതാ ഞാൻ വെക്കാണ്. പിടിച്ചോ, പിടിച്ചോ, എല്ലാവരും പിടിച്ചോ, ഇത് പിടിച്ചോ. അയ്യോ തോക്കെടുത്തിട്ട് ഈ കൊക്കിന് വേണ്ടിയൊക്കെ വന്നല്ലേ? അറിയാമോ? ഞാൻ വെടിവെക്കാൻ പോയ പിടിച്ചു എന്നെ വെടിവെക്കാൻ സമ്മതിച്ചു. അതെ, 3 ആള് കൂടി ഒരു തോക്കിൽ പിടിച്ച എങ്ങനെ മുള വെടിവെക്കാൻ പറ്റുക? ഇവറ്റ കൂട്ടിയിട്ട് വന്ന് എന്തെങ്കിലും ഒരു കാര്യം നടന്നുണ്ടോ? ഇതേ നിങ്ങള് വെടിവെക്കാൻ അറിയാനുള്ള ഒരാൾ ഞാൻ ഇവിടെ ഉണ്ട്. ഉണ്ടല്ലോ. പിന്നെ നീ എടാ നീ പ്രതികാരം ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ ഇത്രയും വലിയ പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടാ. എടാ ഒരു പേട്ട് തോക്കും 2 ഉണക്ക മരുമക്കളെ കൊണ്ടുവന്ന് ഞാൻ അങ്ങ് പേടിച്ചോന്ന് വിചാരിച്ചാടാ നീ. രാമേന്ദ്ര അന്നെ വെടിവെച്ചല്ല, ഞങ്ങൾ കൊക്കിന് വെടിവെച്ചതാ. എന്റെ കൊക്കിന് വെടിവെച്ചു. അല്ല, പാറി നടക്കുന്ന കൊക്കില്ലേ, ആ കൊക്കിന്റെ ഇറച്ചി എന്റെ മരുവന് ഭയങ്കര ഇഷ്ടം. അതിന് വെടിവെക്കാൻ വന്നാ. ഇവിടുത്തെ കൊക്കിനെ പോയിട്ട് ഒരു തുമ്പിയെ പോലും നീ ഒന്നും പിടിക്കൂല. ആർക്കടാ കൊക്കറച്ചി വേണ്ടത്? Alien versus Alien.